ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധം 8-ാമത്തെ അധ്യായം, അതിൽ 27-ാമത്തെ ശ്ലോകം വരെ എടുത്തു. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം. അതുവരെയുള്ള ശ്ലോകങ്ങൾ നമുക്കൊന്ന് ചൊല്ലി നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതേ പഞ്ചമസ്കന്ധേ അഷ്ടമോധ്യായ. ശ്രീശുഗോവാച ഏകദാതു മഹാനദ്യാം കൃതാഭിഷേകനയ്യമികാവശ്യകോ ബ്രഹ്മാക്ഷരമഭിഗൃഹാനോ മുഹൂർത്തത്രയമുദകാന്ത ഉപവിവേശ. തത്ര രാജൻ ഹരിണീ പിപാസയാ ജലാശയാഭ്യാസമേകൈവോപജഗാമ. തയാ പേബീയമാന ഉദകേ താവദേവാ വിദൂരേണ നദദോ മൃഗപദേരുന്നാദോ ലോകഭയങ്കര ഉദപതത്. തമുപശ്രുത്യ സാ മൃഗവധൂ പ്രകൃതിവിക്ലവാ ചകിതനിരീക്ഷണ സുതരാമപി ഹരിഭയാഭിനിവേശവ്യഗ്രഹൃദയാ പാരിപ്ലവദൃഷ്ടിരഗതതൃഷാഭയാത് സഹസൈവോച്ചക്രാമ. തസ്യാ ഉത്പതന്ത്യാന്തർവജ്ഞാ ഉരുഭയാവഗളിതോ യോനിനിർഗതോ ഗർഭഃ സ്രോതസി നിപപാത. തൽ പ്രസവോത്സർപ്പണഭയഖേദാതുരാ സുഗണേന വിയുജ്യമാനാ കസ്യാം ചിദ്ദര്യാം കൃഷ്ണസാരസദീ നിപപാതാഥ ച മമാരാം. തം ത്വേണ ഗുണഗം കൃപണം സ്രോതസ്യാനുഹ്യമാനമഭിവീക്ഷ്യാപവിദ്ധം ബന്ധുരിവാനുകമ്പയാ രാജർഷിർഭരത ആദായ മൃതമാതരമിത്യാശ്രമപദമനയത്. തസ്യ ഹവാ ഏണ ഗുണക ഉച്ചൈരേതസ്മിൻ കൃതനിജാഭിമാനസ്യാഹരഹസ്തൽ പോഷണപാലനലാളന പ്രീണനാനുധ്യാനേനാത്മനിയമഃ സഹയമാഹ പുരുഷപരിചര്യാദയ ഏകൈകശഃ കതിപയേനാഹർഗണേന വിയുജ്യമാനാ കില സർവ ഏവോദവസൻ. അഹോബതായം ഹരിണഗുണഗഃ കൃപണ ഈശ്വരരഥചരണ പരിഭ്രമണരയേണ ഗണസുഹൃൽബന്ധുഭ്യഃ പരിവർജിതഃ ശരണം ചമോപസാദിതോ മാമേവ മാതാപിതരൗ ഭ്രാതൃജ്ഞാതീൻ യൗധികാംശ്ചൈവോപേയായ നാന്യം കഞ്ചന വേദമയ്യേതി വിശ്രബ്ധശ്ചാദ. ഏവമയാമൽപരായണസ്യ പോഷണപാലന പ്രീണന ലാളനമനസൂയുനാനുഷ്ഠേയം ശരണ്യോപേക്ഷാദോഷവിദുഷാ. നൂനം ഹി ആര്യാഃ സാധവ ഉപശമശീലാഃ കൃപണസുഹൃദ ഏവം വിദാർത്ഥേ സ്വാർത്ഥാനപി ഗുരുതരാനുപേക്ഷന്തേ. ഇതി കൃതാനുഷംഗ ആസനശയനാടനസ്ഥാനാശനാദിഷു സഹ മൃഗജഹുനാ സ്നേഹാനുബദ്ധഹൃദയ ആസീത്. കുശകുസുമസമിത്പലാശഫലമൂലോദകാന്യാഹരിഷ്യമാണോ മൃഗസാലാമൃഗാദിഭ്യോ ഭയമാശംസമാനോ യദാ സഹ ഹരിണഗുണഗേന വനം സമാവിശതി. പഥിഷു ച മുഗ്ധഭാവേന തത്ര തത്ര വിഷക്തം അതിപ്രണയഭരഹൃദയകാർപ്പണ്യാത് സ്കന്ധേനോദ്വഹതി ഏവമുത്സംഗ ഉരസി ചാധായോപലാളയൻ മുദം പരമാമവാപാം. ക്രിയായാം നിർവർത്യമാനാം അന്തരാളേപ്യുത്ഥായോത്ഥായ യദൈനമഭിവിചക്ഷീത തർഹി വാവസവർഷപതിഃ പ്രകൃതിസ്ഥേന മനസാ തസ്മാ ആശിഷ ആശാസ്തേ സ്വസ്തി സ്ഥാദ്വത്സതേ സർവത ഇതി. അന്യദാ ഭൃശമുദ്വിഗ്നമനാ നഷ്ടദ്രവിണൈവ കൃപണഃ സകരുണമതിർത്തർഷേണ ഹരിണഗുണകവിരഹ വിഹ്വലഹൃദയസന്താപസ്തമേവാനുശോചൻ കില കശ്മലം മഹദഭിരംഭിത ഇതി ഹോവാചാം. അപിബത സ വൈ കൃപണ ഏണ ബാലകോ മൃതഹരിണീ സുതോ മമാനാര്യസ്യ ഷഠകിരാതമതേരകൃതസുഹൃദസ്യ കൃതവിസ്രംഭ ആത്മപ്രത്യയേന തദവിഗണയൻ സുജന ഇവാഗമിഷ്യതി. അഭിക്ഷേമേണാസ്മിന്നാശ്രമോപവനെ ഷഷ്പാണി ചരന്തം ദേവഗുപ്തം ദ്രക്ഷ്യാമി. അപി ച ന മൃഗഃ സാലാവൃഗോऽന്യതമോ വാ നൈകചര ഏകചരോ വാ ഭക്ഷയതി. നിമ്ലോചതിഹ ഭഗവാൻ സകലജഗൽക്ഷേമോദയസ്ത്രയ്യാത്മാ അദ്യാപി മമ മൃഗവധൂന്യാസ ആഗച്ഛതി. അഭിസ്വിതകൃതസുകൃതമാഗത്യ മാം സുഖയിഷ്യതി ഹരിണരാജകുമാരോ വിവിധരുചിരദർശനീയ നിജ മൃഗധാരകവിനോദൈർ അസന്തോഷം സ്വാനാമപനുദൻ. ക്ഷേളികായാം മാം
മൃഷാ സമാധിനാമീലിതദൃശം പ്രേമസംരംഭേണ ചകിത ആഗത്യ പൃഷദപരുഷവിഷാണാഗ്രേണ ലുഠതി ആസാദിതഃ വിഷിബർഹിഷി ദൂഷിതേ മയോപാലബ്ധോ ഭീത സപദ്യുപരതരാസ ഋഷികുമാരവദവഹിതകരണ കലാപ ആസ്തേ കിം വാ അരേ ആചരിതം തപസ്തപസ്വിന്യാനയാ യദീയമവനി സവിനയ കൃഷ്ണസാര തനയതനുതര സുഭഗ ശിവതമാഖരഖുരപദപംക്തിഭിർ ദ്രവിണവിധുരാതുരസ്യ കൃപണസ്യ മമ ദ്രവിണപദവീം സൂചയന്ത്യാത്മാനം ച സർവദഃ കൃതകൗതുകം ദ്വിജാനാം സ്വർഗാപവർഗകാമാനാം ദേവയജനം കരോതി. അപിസ്വിദസൗ ഭഗവാനുടുപതിരേണം മൃഗപതിഭയാൻ മൃതമാതരം മൃഗബാലകം സ്വാശ്രമപരിഭ്രഷ്ടമനുകമ്പയാ കൃപണജനവത്സല പരിപാതി. കിം വാത്മജ വിശ്ലേഷജ്വരദവ ദഹനശിഖാഭിരുപതപ്യമാനഹൃദയസ്ഥല നളിനീകം മാമുപസൃതമൃഗീതനയം ശിശിരശാന്താനുരാഗ ഗുണിത നിജവദന സലിലാമൃതമയ ഗഭസ്തിഭി സ്വധയതീതി ച. ഏവമഖടമാനമനോരഥാകുലഹൃദയോ മൃഗധാരകാഭാസേന സ്വാരബ്ധകർമ്മണാ യോഗാരംഭണതോ വിഭ്രംശിതഃ സയോഗതാപസോ ഭഗവദാരാധനലക്ഷണാച്ച കഥമിതരഥാജാത്യന്തരേണ ഗുണഗാ സംഗഃ സാക്ഷാന്നിശ്രേയസ പ്രതിപക്ഷതയാ പ്രാക് പരിത്യക്തദുസ്ത്യജഹൃദയാഭിജാതസ്യ തസ്യൈവ മന്ദരായ വിഹതയോഗാരംഭണസ്യ രാജർഷേർ ഭരതസ്യ താവന്മൃഗാർഭകപോഷണപാലന പ്രീണനലാലനാനുഷംഗേണ വിഗണയത ആത്മാനമഹിരിവാഖുബിലം ദുരതിക്രമഃ കാലഃ കരാളരഭസ ആപദ്യത. തദാനീമപി പാർശ്വവർത്തിനാമാത്മജമിവാനുശോചന്തമഭിവീക്ഷമാണോ മൃഗ ഏവാഭിനിവേശിതമനാ വിസൃജ്യ ലോകമിമം സഹ മൃഗേണ കളേബരം മൃതമനുന മൃതജന്മാനും സ്മൃതിരവമൃഗശരീരമവാപ. തദാനീമപി പാർശ്വവർത്തിനാം ആത്മജമിവാനുശോചന്താം അഭിവീക്ഷമാണോ മൃഗ ഏവാഭിനിവേശിതമനാ വിസൃജ്യ ലോകമിമം സഹ മൃഗേണ കളേബരം മൃതമനുന ജന്മാനുസ്മൃതിതരവൻ മൃഗശരീരമവാപ. 27ാമത്തെ ശ്ലോകം ത്തിൻ്റെ അർത്ഥം, തൻ്റെ ആ മൃത്യുസമയത്തും പുത്രനെ പോലെ അരികത്തിരുന്ന് നോക്കിക്കൊണ്ടിരുന്ന ആ മാൻകുട്ടിയിൽ തന്നെ ആസക്തനായിട്ട് അതിനെയും ഈ ശരീരത്തെയും ഉപേക്ഷിച്ചിട്ട് പൂർവജന്മസ്മരണയോട് കൂടിയതും മാനിൻ്റെ ശരീരത്തോടു കൂടിയതുമായിരിക്കുന്ന ഒരു പുനർജന്മം പ്രാപിച്ചു എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. തദാനീമപി പാർശ്വവർത്തിനാം ആത്മജമിവാനുശോചന്തമഭിവീക്ഷമാണോ മൃഗ ഏവാഭിനിവേശിതമനാ വിസൃജ്യ ലോകമിമം സഹ മൃഗേണ കളേബരം മൃതമനുന മൃഗജന്മാനുസ്മൃതിതരവൻ മൃഗശരീരമവാപ. അപ്പോൾ മരണസമയത്തെ സ്മരണയാണ് പുനർജന്മത്തിന് രൂപം കൊടുക്കുന്നത് എന്ന തത്വം ആ ചതുർത്ഥത്തിൽ പറയുകയാണ്. അതിന് ഉപോത്ബലകമായിട്ട് ആ പ്രായണാത്തത്രാഭി ദൃഷ്ടം എന്ന വേദാന്ത സൂത്രത്തിൻ്റെ ഭാഷ്യത്തിൽ ആചാര്യസ്വാമികൾ അന്ത്യപ്രത്യേതോ ജന്മഭാവ്യതസ്ഥൽ പ്രസിദ്ധയേ, അന്ത്യമായ ബോധാവസ്ഥയെ ആശ്രയിച്ചാണ് പിന്നത്തെ ജന്മം ഉടലെടുക്കുന്നത് എന്നുകൂടി പറഞ്ഞു. അന്ത്യമായ ബോധാവസ്ഥയെ ആശ്രയിച്ചാണ് പിന്നത്തെ ജന്മം. അതാണ് അന്ത്യപ്രത്യേതോ ജന്മ ഭാവ്യതസ്ഥൽ പ്രസിദ്ധയേ. ശങ്കരാചാര്യസ്വാമികൾ തൻ്റെ ഭാഷ്യത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ തദാനീം അപി, അപ്പോഴും ആ അനുശോചന്തം തന്നെക്കുറിച്ച് വ്യസനിക്കുന്ന ആ പാർശ്വവർത്തിനം അരികത്തിരിക്കുന്ന ആത്മജം ഇവ, ആ പുത്രനെക്കുറിച്ചും എന്ന പോലെ അഭിവീക്ഷമാണഹ, ആഭിമുഖ്യത്തോട് കൂടിയിട്ട് നോക്കുന്നവനും മൃഗേ ഏവ, ആ മൃഗത്തിൽ തന്നെ അഭിനിവേശിതമനാ, ഉറപ്പിക്കപ്പെട്ട മനസ്സോടു കൂടിയവനുമായിട്ട് മൃഗേണ സഹ, മൃഗത്തോടു കൂടി ഇമം ലോകം, ഈ ശരീരത്തെ വിസൃജ്യ
ഉപേക്ഷിച്ചിട്ട് മൃതം കളേബരം അനു മരിച്ച ശരീരത്തോടുകൂടി ന മൃതജന്മാനുസ്മൃതി ഈ ജന്മത്തിലെ അനുസ്മരണ നശിക്കാത്ത വിധത്തിലുള്ള ആ മൃഗശരീരത്തെ ഇതരവത് ആ പ്രാകൃത പുരുഷനെ പോലെ അവാപ പ്രാപിച്ചു എന്നാണ് അവൻ. ഒന്നുകൂടി പറയാം. തദാനീം അപി അപ്പോഴും അനുശോചന്തം തന്നെക്കുറിച്ചുള്ള ആ വ്യസനിക്കുന്ന പാർശ്വവർത്തിനം അരികത്തിരിക്കുന്ന ആത്മജം ഇവ പുത്രനെക്കുറിച്ച് എന്ന പോലെ അഭിവീക്ഷമാണ ആഭിമുഖ്യത്തോടുകൂടി നോക്കുന്നവനും മൃഗേ ഏവ ആ മൃഗത്തിൽ തന്നെ അഭിനിവേശിത മനാ ഉറപ്പിക്കപ്പെട്ട മനസ്സോടുകൂടിയവരുമായിട്ട് മൃഗേണ സഹ ആ മൃഗത്തോടുകൂടി ഇമം ലോകം ഈ ശരീരത്തെ വിസൃജ്യ ഈ ശരീരത്തെ ഉപേക്ഷിച്ചിട്ട് മൃതം കളേബരം അനു ആ മരിച്ച ശരീരത്തോടുകൂടി ന മൃതജന്മാനുസ്മൃതി ഈ ജന്മത്തിലെ അനുസ്മരണം നശിക്കാത്ത വിധത്തിലുള്ള മൃഗശരീരം ആ മൃഗശരീരത്തെ ഇതരവത് പ്രാകൃത പുരുഷനെ പോലെ അവാപ പ്രാപിച്ചു. തദാനീം അപി അനുശോചന്തം പാർശ്വവർത്തിനം ആത്മജം അഭിവീക്ഷമാണ മൃഗേ അഭിനിവേശിതമനാഃ മൃഗേണ സഹ ഇമം ലോകം വിസൃജ്യ മൃതം കളേബരം അനു ന മൃതജന്മാനുസ്മൃതി അനുസ്മരണം ന മൃതജന്മാനുസ്മൃതി മൃഗശരീരം ഇതരവത് അവാപ എന്നാണ് അന്വയത്തിൽ വരിക. അപ്പോഴും ആ തന്നെക്കുറിച്ച് വ്യസനിക്കുന്ന ആ അരികത്തിരിക്കുന്ന ഈ പുത്രനെക്കുറിച്ച് എന്ന പോലെ ആഭിമുഖ്യത്തോടുകൂടി നോക്കുന്നവനും മൃഗത്തിൽ തന്നെ ഉറപ്പിക്കപ്പെട്ട മനസ്സോടു കൂടിയവനുമായിട്ട് ആ മൃഗത്തോടുകൂടി ഈ ശരീരത്തെ ഉപേക്ഷിച്ചിട്ട് മരിച്ച ശരീരത്തോടുകൂടി ഈ ജന്മത്തിലെ ആ അനുസ്മരണം നശിക്കാത്ത വിധത്തിൽ ഉള്ള മൃഗശരീരത്തെ പ്രാകൃത പുരുഷനെ പോലെ പ്രാപിച്ചു. മരണസമയത്തും മൃഗസ്മരണ തന്നെ ബലമായിട്ടുണ്ടായിരുന്നു. ആ മരിക്കുന്ന സമയം അരികത്തിരുന്ന് ദുഃഖിക്കുന്ന സ്വന്തം പുത്രനെ കുറിച്ച് എന്ന പോലെ അത്യാസക്തിയോട് കൂടിയിട്ട് നോക്കിക്കൊണ്ട് ആ മൃഗത്തിൽ തന്നെ മനസ്സുറപ്പിച്ചുകൊണ്ടും ഈ ദേഹത്തെയും ആ മൃഗത്തെയും ഉപേക്ഷിച്ചു പോയി സാധാരണ പ്രാകൃത പുരുഷൻ എന്ന പോലെ പിന്നെ ഒരു മൃഗമായിട്ട് ജനിച്ചു. എന്നാൽ അത്ര കാലവും ആ ഭഗവാന് ലഭിച്ചിരുന്നത് വ്യർത്ഥമായില്ല. മൃഗശരീരം സിദ്ധിച്ച സമയത്തും ആ രാജർഷിയായ ഭരതൻ എന്ന നിലയിൽ കഴിഞ്ഞ ജന്മത്തെക്കുറിച്ചുള്ള ഓർമ്മ അദ്ദേഹത്തിൽ നശിച്ചിരുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോഴും ഇരുന്ന് ആ പുത്രനെ പോലെ വ്യസനിക്കുന്ന ആ മാൻപേടയെ അതിനെ തന്നെ നോക്കിക്കൊണ്ടും അതിൽ തന്നെ അത്യാസക്തനായിക്കൊണ്ടും ആ മാൻകുട്ടിയോടുകൂടി സ്വശരീരത്തെയും വിട്ട് ശരീരനാശത്തെ തുടർന്ന് നശിക്കാത്ത പൂർവ്വസ്മരണയോടുകൂടി ഒരു സാധാരണ പ്രാകൃതൻ എന്ന പോലെ അടുത്ത ജന്മത്തിൽ മൃഗശരീരം പ്രാപിച്ചു. മാനിനെ പറ്റിയുള്ള അന്ത്യസ്മരണയാൽ ഒരു മാൻകുട്ടിയായിട്ട് ജനിച്ചു എന്ന് ഭാവം. അപ്പോൾ ഇതിലെ വ്യാഖ്യാനത്തിൽ എന്താ പറഞ്ഞതെന്നുള്ളത് നമുക്ക് നോക്കാം. പറഞ്ഞു, അഹോ കഷ്ടം മൃഗസംഗേന ഭഗവതാരാധനാത് ഭ്രഷ്ടോഹം, ഭഗവതാരാധനയിൽ നിന്നൊക്കെ ഭ്രഷ്ടനായി ഇത്യാദി പ്രാപ്ത വൈരാഗ്യോ മൃഗീമാതരം വിസൃജ്യ പുനഃ. ഇപ്രകാരം ആ പ്രാപ്തമായിരിക്കുന്ന വൈരാഗ്യം മൃഗീമാതരം വിസൃജ്യ പുനഃ മാതാവ് ഉപേക്ഷിക്കപ്പെട്ട ആ മാൻകുട്ടിയിൽ ഉണ്ടായിട്ടുള്ള ആ അഭിനിവേശം നിമിത്തം പുനഃ കാലഞ്ചരപർവതാത് തസ്മിന്നപി കാലം പ്രതീക്ഷമാണ സംഘാത് ഭീത ഏക ഏവ ശുഷ്കപർണാദിഭക്ഷയൻ കാലേന. അതല്ലല്ലോ വരിക, ഒരു മിനിറ്റ്. അപ്പോൾ ഭരതൻ്റെ ആ അന്ത്യകാലം വന്നപ്പോൾ
തൽ സമയേബി ആ സമയത്ത് കൂടി സ്വപുത്രമിവ സ്വന്തം പുത്രനെ പോലെ പാർശ്വവർത്തിനം സ്വന്തം പുത്രനെ പോലെ അടുത്ത് വർത്തിച്ചിരുന്ന ആ മാൻകുട്ടിയെ കുറിച്ച് ഓർത്ത് ശോചന്തം വീക്ഷ്യ അതിനെക്കുറിച്ച് ഓർത്ത് ശോചിച്ചുകൊണ്ട് മൃഗേ ആവേശിതമനാഹ ആ മൃഗത്തിൽ തന്നെ ആ മാൻകുട്ടിയിൽ തന്നെ ആവേശിതമായിട്ടുള്ള മനസ്സോട് കൂടിയിട്ട് മനുഷ്യദേഹം ഹിത്വ ആ മനുഷ്യദേഹം ഉപേക്ഷിച്ച് മൃഗശരീരം ഒരു മാൻകുട്ടിയുടെ ശരീരത്തെ പ്രാപിച്ചു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൽ ഒന്നുകൂടി പറയാം. എന്നിട്ട് പിന്നെ എന്താ പൂർവജന്മനഃ സ്മൃതിർ ഭഗവത് ആരാധന ആ പൂർവജന്മത്തിലെ ആ ഭഗവത് സ്മരണയുടെ ആ ഭഗവതാരാധന സ്മരണയുടെ സ്മൃതി തസ്യ നഷ്ട അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ തൽസമയേപി തൻ്റെ ആ ദേഹം ഉപേക്ഷിക്കേണ്ട വന്ന സമയത്ത് അന്ത്യകാലത്ത് സ്വപുത്രമിവ സ്വന്തം പുത്രനെ പോലെ പാർശ്വവർത്തിനം അടുത്ത് വർത്തിച്ചിരുന്ന ആ മൃഗേ ശോചന്തം വീക്ഷ്യ ആ മൃഗത്തെക്കുറിച്ച് ഓർത്ത് ശോചിച്ചുകൊണ്ട് ഇനി ആരുമില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് ശോചിച്ചുകൊണ്ട് ആവേശിത മനസ്സായിട്ട് ആ മനുഷ്യദേഹം ഹിത്വ മനുഷ്യദേഹം ഉപദേശിച്ച് മൃഗശരീരം അദ്ദേഹം മറ്റൊരു മാൻകുട്ടിയായിട്ട് ജനിച്ചു. പൂർവജന്മത്തിലെ സ്മൃതിർ ഭഗവതാരാധനാത് ആ ഭഗവതാരാധന കൊണ്ട് പൂർവജന്മത്തിലെ സ്മൃതി തസ്യന നഷ്ട അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ഒന്നും കൂടി പറയാം അതിലത്തെ വ്യാഖ്യാനത്തിൽ തൽസമയേബി സ്വപുത്രമിവ പാർശ്വവർത്തിനം ശോചന്തം വീക്ഷ്യ മൃഗേ ആവേശിതമനാ മനുഷ്യദേഹം ഹിത്വാ മൃഗശരീരം പ്രാപ പൂർവജന്മനഃ സ്മൃതിർ ഭഗവതാരാധനാ തസ്യ നഷ്ട ഉള്ളതാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. 28 തത്രാഭിഹവാ ആത്മനോ മൃഗത്വകാരണം ഭഗവതാരാധന സമീഹാനുഭാവേനാനുസ്മൃത്യ ഭൃശമനുതപ്യമാന ആഹാ തത്രാഭിഹവാ ആത്മനോ മൃഗത്വകാരണം ഭഗവതാരാധന സമീഹാനുഭാവേനാനുസ്മൃത്യ ഭൃശമനുതപ്യമാന ആഹാ താൻ ഭഗവാനെ ആരാധിച്ചതിൻ്റെ ഫലമായിട്ട് തനിക്ക് മൃഗജന്മം സിദ്ധിച്ചിട്ടും ആ പൂർവജന്മ സ്മരണ വിട്ടുപിരിയാതിരുന്നതിനെ പറ്റി ഓർത്ത് തനിക്ക് ആ മാൻകുട്ടിയിലുള്ള ആസക്തിയോട് കൊണ്ടുണ്ടായിട്ടുള്ള ആ ഭ്രംശത്തെ പറ്റി പശ്ചാത്താപ വിവശതയോടുകൂടി ആത്മഗതമായിട്ട് ഇപ്രകാരം പറഞ്ഞു. തത്രാഭിഹവ ആത്മനോ ആത്മഗതമായിട്ട് ആ മൃഗത്വകാരണം ആ മൃഗത്വകാരണം ആ മൃഗത്തിനെ കുറിച്ച് ഓർത്തിട്ടുള്ള ആ മൃഗത്വകാരണം മൃഗത്തിൻ്റെ സ്വഭാവം കാരണം ആ ഭഗവതാരാധന സമീഹാനുഭാവേന അനുസ്മൃത്യ ആ ഭഗവതാരാധനയെ സമീഹാനുഭാവേന അനുസ്മൃത്യ പൂർവജന്മസ്മരണ വിട്ടുപിരിയാത്തതിനെ പറ്റിയിട്ട് ഓർത്തിട്ട് അനുസ്മൃത്യ ഭൃശമനുതപ്യമാന വളരെയധികം തപിച്ചിട്ട് പശ്ചാത്താപ വിവശനായിട്ട് ആത്മഗതമായിട്ട് പറഞ്ഞു എന്നർത്ഥം. തത്രാഭിഹവാ ആത്മനോ മൃഗത്വകാരണം ഭഗവതാരാധന സമീഹാനുഭാവേന അനുസ്മൃത്യ ഭൃശമനുതപ്യമാന ആഹ. ഇവിടെ പറഞ്ഞു തദാനീം അഭി അപ്പോഴും അനുശോചന്തം തന്നെക്കുറിച്ച് വ്യസനിക്കുന്ന പാർശ്വവർത്തിനം അരികത്ത് ഇരിക്കുന്ന ആത്മജം ഇവ പുത്രനെക്കുറിച്ചെന്ന പോലെ അഭിവീക്ഷ്യമാണ് ആഭിമുഖ്യത്തോടു കൂടി നോക്കുന്നവനും മൃഗേ ഏവ മൃഗത്തിൽ തന്നെ അഭിനിവേശിതമനാഹ ഉറപ്പിക്കപ്പെട്ട മനസ്സോടു കൂടിയവനുമായിട്ട് മൃഗേടെ സഹ മൃഗത്തോടുകൂടി ഇമം ലോകം ഈ ശരീരത്തെ വിസൃജ്യ ഈ ശരീരത്തെ ഉപേക്ഷിച്ചിട്ട് അമൃതം കളേബരം മരിച്ച ആ ശരീരത്തോടുകൂടി ന മൃഗജന്മാനുസ്മൃതി ഈ ജന്മത്തിലെ അനുസ്മരണം നശിക്കാത്ത വിധത്തിലുള്ള മൃഗശരീരത്തെ ഇതരവത് പ്രാകൃത പുരുഷനെ പോലെ പ്രാപിച്ചു എന്നാണ്. മരണസമയത്തും മൃഗസ്മരണ തന്നെ ആ ബലമായിട്ടുണ്ടായിരുന്നു. മരിക്കുന്ന സമയം അരികത്ത് ഇരുന്ന് ദുഃഖിക്കുന്ന സ്വന്തം പുത്രനെ കുറിച്ച് എന്ന പോലെ
അത്യാസക്തിയോടുകൂടി നോക്കിക്കൊണ്ടും മൃഗത്തിൽ തന്നെ മനസ്സുറപ്പിച്ചുകൊണ്ടും ഈ ദേഹത്തെയും ആ മൃഗത്തെയും ഉപേക്ഷിച്ചു പോയി. സാധാരണ പ്രാകൃത പുരുഷൻ എന്ന പോലെ പിന്നെ ഒരു മൃഗമായിട്ട് ജനിച്ചു. എന്നാൽ അത്ര കാലവും ഭഗവാനെ ഭജിച്ചിരുന്നത് വ്യർത്ഥമായില്ല. മൃഗശരീരം സിദ്ധിച്ച സമയത്തും ആ രാജർഷിയായ ഭരതൻ എന്ന നിലയിൽ കഴിഞ്ഞ ജന്മത്തെക്കുറിച്ചുള്ള ഓർമ്മ അദ്ദേഹത്തിന് നശിച്ചിരുന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് പറയുന്നത്, തത്രാപി ആ ജന്മത്തിലും ആ മൃഗജന്മത്തിലും ഭഗവതാരാധന സമീഹാനുഭാവേന ആ ഭഗവാന്റെ ആരാധനം ചെയ്തതിൻ്റെ മാഹാത്മ്യത്താൽ ആത്മനഃ ആ മൃഗത്വ കാരണം തനിക്ക് മൃഗമാവാനുണ്ടായ കാരണത്തെ അനുസ്മൃത്യ ഓർത്തിട്ട് ഭൃശം അനുതപ്യമാനഃ ഏറ്റവും പശ്ചാത്തപിക്കുന്നവനായിട്ട് ആഹാ പറഞ്ഞു. എന്നുകൂടി പറയാം. തത്രാപി ആ ജന്മത്തിലും തത്രാപി ഹവാ ആത്മനോ ഭഗവതാരാധന സമീഹാനുഭാവേന ആ ഭഗവാന്റെ ആരാധനം ചെയ്തതിൻ്റെ മാഹാത്മ്യത്താൽ ആത്മനഃ ആദ്യം പറഞ്ഞു ആത്മനോ ആത്മനഃ ആ മൃഗത്വ കാരണം തനിക്ക് ആത്മനഃ ആ മൃഗത്വ കാരണം ആത്മനഃ മൃഗത്വ കാരണം തനിക്ക് ആ മൃഗമാവാനുണ്ടായ കാരണത്തെ അനുസ്മൃത്യ ഓർത്തിട്ട് അനുസ്മൃത്യ ഭൃശം അനുതപ്യമാനഃ ഏറ്റവും പശ്ചാത്തപിക്കുന്നവനായിട്ട് ആഹ പറഞ്ഞു ആണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ആ മൃഗജന്മത്തിലും തന്തിരിവടിയുടെ ആരാധനാനുഷ്ഠാന പ്രഭാവത്താൽ താൻ മൃഗമായി വരുവാനുള്ള കാരണം സ്മരിച്ച് ഏറ്റവും സംതപ്തനായിട്ട് ഇപ്രകാരം സ്വയം പറഞ്ഞു. അഹോ കഷ്ടം ഇപ്രകാരം പറഞ്ഞു. അതാണ് അടുത്ത ശ്ലോകത്തിൽ. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനം നോക്കാം. അപ്പോൾ ഏവം ഇപ്രകാരം ആത്മനോ ആത്മാവിൽ മൃഗരൂപപ്രാപ്തി കാരണം ആത്മാവിൽ ആ മൃഗരൂപ മാൻകുട്ടിയുടെ രൂപത്തിൻ്റെ പ്രാപ്തി കാരണം ജ്ഞാത്വ അറിഞ്ഞു തപ്യമാനോ ഭരതഃ ആഹ ആ പഴയ ആ പൂർവജന്മസ്മരണ കൊണ്ട് ആ ഭഗവതാരാധന ചെയ്തിരുന്നതിൻ്റെ ഓർമ്മ വന്നപ്പോൾ അദ്ദേഹം വളരെയധികം ലജ്ജിച്ചു, പശ്ചാത്തപിച്ചു എന്നിട്ട് പറഞ്ഞു എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ അത്രേ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ. അപ്പം ഏവം ആത്മനോ മൃഗരൂപപ്രാപ്തി കാരണം എനിക്ക് ഈ മൃഗരൂപം കാരണം ഈ മൃഗരൂപത്തിൻ്റെ പ്രാപ്തി ഉണ്ടായല്ലോ, അതിൻ്റെ കാരണം അറിഞ്ഞിട്ട് ഏവം ആത്മനോ മൃഗരൂപപ്രാപ്തി കാരണം ജ്ഞാത്വ അറിഞ്ഞിട്ട് തപ്യമാനോ വളരെയധികം തപിച്ചിട്ട് പശ്ചാത്തപിച്ചിട്ട് ഭരതഃ ആഹ. അപ്പോൾ വ്യാഖ്യാനത്തിൽ ഏവം ആത്മനോ പ്രാപ്തി കാരണം ജ്ഞാത്വ തപ്യമാനോ ഭരതഃ ആഹ. എന്നിട്ട് അടുത്ത ശ്ലോകം പറയുന്നത്, അഹോ കഷ്ടം ഭ്രഷ്ടോഹമാത്മാവതാം അനുപഥാത് യദ്വിമുക്ത സമസ്തസംഗസ്യ വിവിക്ത പുണ്യാരണ്യശരണ്യസ്യാത്മവദം ആത്മനി സർവേഷാമാത്മനാം ഭഗവതി വാസുദേവേ തദനുശ്രവണമനനസങ്കീർത്തന ആരാധനാനുസ്മരണാഭിയോഗേനാശൂന്യ സകലയാമേന കാലേന സമാവേശിതം സമാഹിത കാസ്നേന മനഃ തത്തു പുനർമമാ ബുധസ്യാരാൻ മൃഗസുതമനു പരിസുസ്രാവ. അഹോ കഷ്ടം ഭ്രഷ്ടോഹമാത്മവതാം അനുപഥാത് യദ്വിമുക്ത സമസ്തസംഗസ്യ വിവിക്ത പുണ്യാരണ്യ ശരണസ്യാത്മവദ ആത്മനി സർവേഷാം ആത്മാനം ഭഗവതി വാസുദേവേ തദനുശ്രവണമനന സങ്കീർത്തനാരാധനാനുസ്മരണാഭിയോഗേന ശൂന്യ സകലയാമേന കാലേന സമാവേശിതം സമാഹിതം കാസ്നേന മനതത്തു പുനർമമാ ബുധസ്യാരാൻ മൃഗസുതമനു പരിസുസ്രാവ. ആ ആത്മജ്ഞാനികളുടെ മാർഗത്തിൽ നിന്ന് ഞാൻ ഭ്രഷ്ടനായല്ലോ. ഭ്രഷ്ടോഹം ആത്മവതാമനുപഥാൽ ആ ആത്മജ്ഞാനികളുടെ മാർഗത്തിൽ നിന്നും ഞാൻ ഭ്രഷ്ടനായല്ലോ, കഷ്ടമായി പോയി. അഹോ കഷ്ടം യദ്വിമുക്ത സമസ്ത സംഘസ്യ എല്ലാവിധം ആസക്തികളും ഉപേക്ഷിച്ച് വിവിക്ത പുണ്യാരണ്യശരണ്യസ്യ ആത്മവത ആ ഉപേക്ഷിച്ച് വിജനമായിരിക്കുന്നൊരു തപോവനത്തെ പ്രാപിച്ച് എൻ്റെ ആത്മനി സർവേഷാമാത്മനാം ഭഗവതി എൻ്റെ ആധീരമായിരിക്കുന്ന മനസ്സ് മറ്റൊന്നിലും വ്യാപരിക്കാതെ
വിവിക്ത പുണ്യാരണ്യശരണ്യസാത്മവത് ആത്മനി സർവേഷാം ആത്മാനം ഭഗവതി വാസുദേവേ തദനു. അങ്ങനെ എത്തിച്ചേർന്നിട്ട് ആ മനസ്സ് ധീരമായിട്ട് എല്ലാറ്റിനും ആത്മാവായിരിക്കുന്ന ആ ഭഗവാൻ വാസുദേവൻ്റെ കഥാശ്രവണം, ധ്യാനം, കീർത്തനം, ആരാധനം, അനുസ്മരണം ഇത്യാദി ഭക്തിയോഗ സാധനകളാൽ, അതാണ് ഇവിടെ ഭഗവതി വാസുദേവേ തദനുശ്രവണ മനന സങ്കീർത്തന ആരാധന അനുസ്മരണാഭി യോഗേന ശൂന്യ, ആരാധനകളാൽ സമയം മുഴുവൻ ജന്മസാഫല്യത്തിന് വേണ്ടി പ്രയത്നിച്ച് പൂർണ്ണമായും ഫലപ്രാപ്തിയിൽ എത്തിയതായിരുന്നു. സർവേഷാം ആത്മാനം ഭഗവതി വാസുദേവേ തദനുശ്രവണ മനന സങ്കീർത്തന ആരാധന അനുസ്മരണ അഭിയോഗേന ശൂന്യ സകലയാമേന, എല്ലാ കാലത്തും അത് ജപിച്ചിട്ട് സമാവേശിതം സമാഹിതം, ആ ഭഗവാനിൽ ആവേശിക്കപ്പെട്ട മനസ്സോട് കൂടിയിട്ട് പ്രയത്നിച്ച് പൂർണ്ണമായ ഫലപ്രാപ്തി ഉണ്ടായി. സകലകാലയാമേന കാലേന സമാവേശിതം സമാഹിതം കാസ്നേന മനത്തത്തു. എന്നാൽ ആ അപ്രകാരം ഉള്ള ആ മനസ്സ്, അങ്ങനെ ഉണ്ടായിരുന്ന ആ മനസ്സ് ഒരു ദുർബല നിമിഷത്തിൽ ഒരു മാൻകുട്ടിയിൽ ആകൃഷ്ടമാകയാൽ മനത്തത്തു പുനർമാം അബുധസ്യ അബുധസ്യ മമാബുധസ്യ പുനർമമാബുധസ്യാരാൻ മൃഗസുതമനു. എന്നാൽ അപ്രകാരമുള്ള എൻ്റെ മനസ്സ് ഒരു ദുർബല നിമിഷത്തിൽ ആ മാൻകുട്ടിയിൽ ആകൃഷ്ടമാകിയാൽ ആധ്യാത്മിക ചിന്തയിൽ നിന്നും വളരെ അകന്നുപോയി. മൃഗസുതമനു പരിസുസ്രാവ, അകന്നുപോയിട്ട് വല്ലാതെ തെറിച്ചു. സൃഗതൗ ക്ഷരേണ ച എന്ന ധാതു. ഇവിടെ പറഞ്ഞത് എന്താ നമുക്കൊന്ന് നോക്കാം. ആത്മവതാം, ആത്മാവിനെ അറിഞ്ഞവരുടെ അനുപഥാത്, ആ മാർഗത്തിൽ നിന്ന് അഹം ഭ്രഷ്ട, അഹോ ഞാൻ ഭ്രംശിച്ചവനായി, കഷ്ടം. യത് എന്തുകൊണ്ടെന്നാൽ വിമുക്ത സമസ്ത സംഘസ്യ, ആ വിമോചിക്കപ്പെട്ട സകല സംഘത്തോട് കൂടിയവനും വിവിക്ത പുണ്യാരണ്യ ശരണസ്യ, ഏകാന്തമായിരിക്കുന്ന ആ ആരണ്യത്തിൽ വസിക്കുന്നവനും ആത്മവത, ആത്മാവിനെ അറിഞ്ഞവനും സർവേഷാം ആത്മാനാം, സകല പ്രാണികളുടെയും ആത്മനി, ആത്മാവും ഭഗവതി, ഭഗവാനുമായിരിക്കുന്ന വാസുദേവേ, വാസുദേവനിൽ തദനുശ്രവണ മനന സങ്കീർത്തന ആരാധനാനുസ്മരണാഭി യോഗേന, നിരന്തര ശ്രവണം, മനനം, സങ്കീർത്തനം, ആരാധനം, അനുസ്മരണം എന്ന ശ്രേഷ്ഠമായ യോഗത്താൽ അശൂന്യ സകല യാമേന, ആക്കാതെ ഇരുന്ന അസകലയാമത്തോടു കൂടിയ കാലേന, കാലത്താൽ, മനഃ മനസ്സ്, കാസ്നേന സമ്പൂർണമായിട്ട്, സമാവേശിതം പ്രവേശിക്കപ്പെട്ടു, സമാഹിതം ച ഉറപ്പിക്കപ്പെടുകയും ചെയ്തു. അബുധസ്യ മമ അറിവില്ലാത്തവനായി തീർന്ന എൻ്റെ, തത്തു പുനഃ ആ മനസ്സാകട്ടെ പിന്നെ മൃഗസുതം അനു ആ മൃഗപുത്രനെ അനുസ്മരിച്ച് ആരാത് പരിസുസ്രാവ ആ ദൂരെ തെറിച്ചു. ഒന്നും കൂടി പറയാം. ആത്മവതാം ആത്മാവിനെ അറിഞ്ഞവരുടെ അനുപഥാത് ആ മാർഗത്തിൽ നിന്ന് അഹോ ഭ്രഷ്ട അഹോ ഞാൻ ഭ്രംശിക്കപ്പെട്ടവനായി, കഷ്ടം. യത് എന്തുകൊണ്ടെന്നാൽ വിമുക്ത സമസ്ത സംഘസ്യ ആ വിമോചിക്കപ്പെട്ട സകല സംഘത്തോടു കൂടിയവനും വിവിക്ത പുണ്യാരണ്യ ശരണസ്യ ഏകാന്തമായിരിക്കുന്ന പുണ്യാരണ്യത്തിൽ വസിക്കുന്നവനും ആത്മവത ആത്മാവിനെ അറിഞ്ഞവനും സർവേഷാം ആത്മാനം സകല പ്രാണികളുടെയും ആത്മനി ആത്മാവും ഭഗവതി ഭഗവാനുമായിരിക്കുന്ന വാസുദേവേ വാസുദേവനിൽ തദനുശ്രവണ മനന സങ്കീർത്തന ആരാധനാനുസ്മരണ ആഭിയോഗേന നിരന്തര ശ്രവണം മനനം സങ്കീർത്തനം ആരാധനം അനുസ്മരണം എന്ന ശ്രേഷ്ഠമായിരിക്കുന്ന യോഗത്താൽ അശൂന്യ സകലയാമേന അശൂന്യമാക്കാതെ ഇരുന്ന സകലയാമത്തോടു കൂടിയ കാലേന ആ കാലത്താൽ മനഃ മനസ്സ് കാസ്നേന സമ്പൂർണം ആയിട്ട് സമാവേശിതം പ്രവേശിക്കപ്പെട്ടു. അങ്ങനെ സമാഹിതം ച ഉറപ്പിക്കപ്പെടുകയും ചെയ്തു. അബുധസ്യ മമ അറിവില്ലാത്തവനായിത്തീർന്ന എൻ്റെ
തത്ത് പുനഃ ആ മനസ്സാകട്ടെ പിന്നെ മൃഗസുതം അനു ആ മൃഗപുത്രനെ അനുസരിച്ച് ആരാത് പരിശുസ്രാവ ദൂരെ തെറിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ആത്മവതാം അനുപഥാത് അഹം ഭ്രഷ്ട കഷ്ടം അഹം ഭ്രഷ്ട യത് വിമുക്ത സമസ്ത സംഘസ്യ വിവിക്ത പുണ്യാരണ്യശരണസ്യ ആത്മവദഃ സർവേഷാം ആത്മനാം ആത്മനി ഭഗവതി വാസുദേവേ തദനു ശ്രവണമനന സങ്കീർത്തന ആരാധനാനുസ്മരണ അഭിയോഗേന അനുസ്മരണം അനുയോഗേന കാലേന കാസ്നേന സമാവേശിതം സമാഹിതം ച അബുധസ്യ മമ തത്തു പുനഃ മൃഗസുതം അനു ആരാത് പരിശുസ്രാവ. അതായത് ആ ആത്മാവിനെ അറിഞ്ഞവരുടെ ആ മാർഗത്തിൽ നിന്നും അഹോ ഞാൻ ഭ്രഷ്ടനായി കഷ്ടം. എന്തുകൊണ്ടെന്നാൽ വിമോചിക്കപ്പെട്ട ആ സകല സംഘത്തോടു കൂടിയവനും അതുപോലെ ഏകാന്തമായ ആ പുണ്യാരണത്തിൽ വസിക്കുന്നവനും ആത്മാവിനെ അറിഞ്ഞവനും ആ സകല പ്രാണികളുടെയും ആത്മാവും ആ ഭഗവാനും ആയിരിക്കുന്ന വാസുദേവനിൽ നിരന്തര ശ്രവണം മനനം സങ്കീർത്തനം ആരാധനം അനുസ്മരണം എന്ന ശ്രേഷ്ഠമായ യോഗത്താൽ ശൂന്യമാക്കാതെ ഇരുന്ന ആ സകലയാമത്തോടു കൂടിയ കാലത്താൽ മനസ്സ് സമ്പൂർണമായിട്ട് ആ പ്രവേശിക്കപ്പെട്ടു ഉറപ്പിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ ആ അറിവില്ലാത്തവനായി തീർന്ന എൻ്റെ ആ മനസ്സാകട്ടെ ആ മൃഗപുത്രനെ അനുസരിച്ചിട്ട് അത് വീണ്ടും ദൂരത്തെറിച്ചു. അപ്പോൾ വിചാരത്തെ തന്നെ കാണിക്കുകയാണ് ചെയ്യണത് അദ്ദേഹത്തിൻ്റെ. അഹോ കഷ്ടം, ഞാൻ ആത്മജ്ഞാനികളുടെ വഴിയിൽ എത്തിയിട്ടും അതിൽ നിന്നും താഴത്ത് വീണുവല്ലോ, അതികഷ്ടം. ഞാൻ സകല വിഷയാസക്തികളെയും ഉപേക്ഷിച്ചു. ജനബാധയില്ലാത്ത പുണ്യാരണ്യത്തിൽ വാസമുറപ്പിച്ചു. ആത്മാവിനെ അറിഞ്ഞ് സകലഭൂതാത്മാവായിരിക്കുന്ന ശ്രീവാസുദേവൻ്റെ ചരിത്രം നിരന്തരം കേൾക്കുക, ജപിക്കുക, ചിന്തിക്കുക, കീർത്തിക്കുക, പൂജിക്കുക, ഭഗവത് രൂപം ധ്യാനിക്കുക എന്നിങ്ങനെയുള്ള പ്രവൃത്തികളാൽ കാലം വ്യർത്ഥമാക്കാതിരിക്കുകയും ചെയ്തു. ആ വാസുദേവനിൽ തന്നെ മനസ്സുറപ്പിക്കുകയും ചെയ്തിരിക്കെ ആ മഹിമയെ ആലോചിച്ചുറപ്പാനുള്ള ബോധമില്ലാത്തവനായ ആ മഹിമയെ ആലോചിച്ചുറപ്പിക്കാനുള്ള ബോധമില്ലാത്തവനായ തൻ്റെ മനസ്സ് പിന്നെ ആ മൃഗപുത്രനോട് കൂടിയിട്ട് ആ നിലയിൽ തന്നെ എത്രയോ താഴത്തേക്ക് വീണുപോയല്ലോ ആലോചിച്ചിട്ട് അദ്ദേഹം അവിടെ വിലപിക്കുകയാണ് ഈ ശ്ലോകത്തിൽ. അപ്പോൾ എന്താ പറഞ്ഞത് നോക്കാം ഒന്നുകൂടി. അഹോ കഷ്ടം, ധീരന്മാരുടെ മാർഗത്തിൽ നിന്നും ഞാൻ ഭ്രഷ്ടനായി. എന്തെന്നാൽ ആ സത്സംഗവിമുക്തനും ഏകാന്തവും പുണ്യവുമായിട്ടുള്ള വനപ്രദേശം പ്രാപിച്ചവനും ധീരനുമായിരിക്കുന്ന എൻ്റെ മനസ്സ് സർവാത്മാക്കളുടെയും ആത്മാവായും ഭഗവാനുമായും ഇരിക്കുന്ന തന്തിരുവടിയിൽ അവിടുത്തെ ശ്രവണം മനനം കീർത്തനം ആരാധനം നിരന്തര സ്മരണം എന്നിവയിലുള്ള അഭിനിവേശത്താൽ ഓരോ നിമിഷം പോലും ശൂന്യമാക്കാതെ ആ സഫലങ്ങളാകുന്ന യാമങ്ങളോടുകൂടിയ ആ കാലം ഹേതുവായിട്ട് ഏകാഗ്രമായി അർപ്പിക്കപ്പെട്ടിരുന്നു. അജ്ഞനായ എൻ്റെ ആ മനസ്സാകട്ടെ പിന്നെയും ആ മാൻകുട്ടിയുടെ പിന്നാലെ ബഹുദൂരം ഓടിപ്പോയി എന്നാണ് പറഞ്ഞത്. അപ്പം ഇവിടെ ഏവമാത്മനോ മൃഗരൂപപ്രാപ്തികരാ കാരണം ജ്ഞാത്വാ തപ്യമാനോ ഭരതഃ ആഹ അഹോ കഷ്ടം മൃഗസംഗേന ഭഗവതാരാധനാത് ഭ്രഷ്ടോഹം. ആ മൃഗസംഗം കൊണ്ട് ആ ഭഗവതാരാധനയിൽ ഞാൻ ഭ്രഷ്ടനായി. അഹോ കഷ്ടം, അല്ലയോ കഷ്ടം, മൃഗസംഗം കൊണ്ട് ഭഗവതാരാധനാത് ആ ഭഗവതാരാധനയിൽ നിന്നും ഞാൻ ഭ്രഷ്ടനായി. ഭ്രഷ്ടോഹം ഇത്യാദി പ്രാപ്ത വൈരാഗ്യോ മൃഗമാതരം വിസൃജ്യ. അതടുത്ത ശ്ലോകത്തിലാണ്. അപ്പം ഇത്രേ പറഞ്ഞിട്ടുള്ളൂ ഇതിൽ. അഹോ കഷ്ടം മൃഗസംഗേന ഭഗവതാരാധനാത് ഭ്രഷ്ടോഹം എന്നേ പറഞ്ഞിട്ടുള്ളൂ.
25, 26. ഇങ്ങനെ വിചാരിച്ച ഇത്യാദി പ്രാപ്ത വൈരാഗ്യോ മൃഗീമാതരം വിസൃജ്യ പുനഃകാലഞ്ചര പർവ്വതാൽ പുലസ്ത്യാശ്രമം ജഗാമ. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം നമ്മൾക്ക്. ഇത്യേവം നിഗൂഢനിർവേദോ വിസൃജ്യ മൃഗീം മാതരം പുനർഭഗവത് ക്ഷേത്രം ഉപശമശീല മുനിഗണ ദയിതം സാളഗ്രാമം പുലസ്ത്യപുലഹാശ്രമം കാലഞ്ചരാൽ പ്രത്യാജഗാമ. ഇത്യേവം നിഗൂഢനിർവേദോ വിസൃജ്യ മൃഗീം മാതരം പുനർഭഗവത് ക്ഷേത്രം ഉപശമശീല മുനിഗണാ ദയിതം സാളഗ്രാമം പുലസ്ത്യപുലഹാശ്രമം കാലഞ്ചരാൽ പ്രത്യജികാം. ഇങ്ങനെ രഹസ്യമായ വിചാരത്താൽ ഉണ്ടായിട്ടുള്ള ആ വൈരാഗ്യത്തോടുകൂടി തൻ്റെ ഈ ജന്മത്തിലെ മാതാവായിരിക്കുന്ന മാൻപേടയെ ഉപേക്ഷിച്ചിട്ട്, അപ്പോൾ ആ പഴയ പൂർവ്വസ്മരണ കൊണ്ട് ഈ ജന്മത്തിൽ തൻ്റെ മാതാവിനെ ഉപേക്ഷിച്ച് ജന്മസ്ഥലമായിരിക്കുന്ന കാലഞ്ചര പ്രദേശത്ത് വീണ്ടും, ആ കാലഞ്ചരം എന്ന് പറയുന്ന സ്ഥലത്ത് വീണ്ടും അഭഗവത് സാന്നിധ്യമുള്ളതും ഇന്ദ്രിയ നിഗ്രഹം കൈവരിച്ച് മുനിമാർക്ക് അനുയോജ്യമായതും കരിമ്പനകൾ ഇടതൂർന്ന് വളർന്നതുമായിരിക്കുന്ന പുലസ്ത്യപുലഹാശ്രമം എന്ന ആ തപോവനത്തെ പ്രാപിച്ചു. സാലഗ്രാമം എന്നതിന് സാളവൃക്ഷങ്ങൾ വളരുന്ന ഗ്രാമമെന്നും സാളഗ്രാമശില ലഭ്യമാകുന്ന ഗണ്ഡകീ നദീതീരം എന്നും ഇവിടെ പറയാം. മൃഗങ്ങൾക്ക് ഒരു പ്രായപരിധി വരെ ആ മാതൃ ശുശ്രൂഷണം ആവശ്യമാണല്ലോ. മൃഗീം മാതരം വിസർജ്യ എന്നതിനാൽ ജനിച്ച ഉടനെ തന്നെ ആ പൂർവജന്മ സ്മരണയുടെ വൈഭവത്താൽ ആ മാതാവായ മാൻപേടയെ ഉപേക്ഷിച്ചു പോയെന്നർത്ഥം. അപ്പോൾ ഇങ്ങനെ ഇത്യേവം നിഗൂഢനിർവേദോ രഹസ്യമായിട്ടുള്ള വിചാരത്താൽ ഉണ്ടായിട്ടുള്ള, അതായത് ആ പൂർവജന്മ സ്മരണയാൽ ഉണ്ടായിട്ടുള്ള വൈരാഗ്യത്തോടു കൂടി, താൻ ഭ്രഷ്ടനായല്ലോ എന്നുള്ള ആ വൈരാഗ്യത്തോട് കൂടിയിട്ട് തൻ്റെ ഈ ജന്മത്തിലെ മാതാവായിരിക്കുന്ന ആ മാൻപേടയെ ഉപേക്ഷിച്ചു ആ ജഡഭരതൻ. എന്നിട്ട് ജന്മസ്ഥലമായിരിക്കുന്ന കാലഞ്ചര പ്രദേശത്ത് നിന്ന് വീണ്ടും ആ ജന്മസ്ഥലമായിരിക്കുന്ന കാലഞ്ചരം, ജഡഭരതനല്ലോ എന്താ, ആ ഭരതൻ എന്നുണ്ടായി. അങ്ങനെ ആ രഹസ്യമായ വിചാരത്താൽ ഉണ്ടായ വൈരാഗ്യം കൊണ്ട് തൻ്റെ ജന്മത്തിലെ മാതാവായിരിക്കുന്ന മാതാവിനെ ഉപേക്ഷിച്ചു. ആ ജന്മസ്ഥലമായിരിക്കുന്ന കാലഞ്ചര പ്രദേശത്ത് ആ ഭഗവാന്റെ സാന്നിധ്യമുള്ളതും ഇന്ദ്രിയ നിഗ്രഹം കൈവരിച്ച് മുനിമാർക്ക് അനുയോജ്യമായതും കരിമ്പനകൾ ഇടതൂർന്ന് വളർന്നതും ആയിരിക്കുന്ന ആ പുലസ്ത്യപുലഹാശ്രമം എന്ന ആ തപോവനത്തെ പ്രാപിച്ചു എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കാം. ഇത്യേവം നിഗൂഢനിർവേദോ, ഇതേവം ഈ മേൽക്കാണിച്ച വിധം നിഗൂഢനിർവേദം ഏറ്റവും ഗൂഢമായിരിക്കുന്ന പശ്ചാത്താപത്തോടു കൂടിയവനായിട്ട് മാതരം മൃഗീം മാതാവായിരിക്കുന്ന പേടമാനിനെ വിസൃജ്യ ഉപേക്ഷിച്ചിട്ട് കാലഞ്ചരം എന്ന പർവ്വതത്തിൽ നിന്ന് പുനഃ പിന്നെ ഉപശമശീലമുനി ഗണദയിതം വിഷയവിരക്തന്മാരായിരിക്കുന്ന മുനിമാർക്കും കൂടി പ്രിയപ്പെട്ടതും സാലഗ്രാമം, സാലം എന്ന വൃക്ഷം അടയാളമുള്ള ഗ്രാമത്തിൽ ഉള്ളതും ആയിരിക്കുന്ന പുലസ്ത്യപുലഹാശ്രമം എന്നു പേരായിരിക്കുന്ന ഭഗവത് ക്ഷേത്രത്തെ പ്രത്യജഗാമ പ്രതിഗമിച്ചു. ഇതി ഏവം ഈ മേൽക്കാണിച്ച വിധം ഇപ്രകാരം അർത്ഥം. നിഗൂഢനിർവേദം ഏറ്റവും ഗൂഢമായ പശ്ചാത്താപത്തോടു കൂടിയവനായിട്ട്, വളരെയധികം പശ്ചാത്താപം ഉള്ളവനായിട്ട് മാതരം മൃഗി മാതാവായിരിക്കുന്ന പേടമാനിനെ അദ്ദേഹം വിസൃജ്യ ഉപേക്ഷിച്ചിട്ട് കാലഞ്ചരം എന്ന പർവ്വതത്തിൽ നിന്ന് പുനഃ പിന്നെ അവിടെ നിന്നും പോയിട്ട് പിന്നെ ഉപശമശീലം മുനി
ഉപശമശീല മുനിസാളഗ്രാമം, സാലം എന്ന വൃക്ഷം അടയാളമുള്ളതും ഗ്രാമ അല്ല പുനഃ പിന്നെ ഉപശമശീല മുനിഗണദൈതം എന്ന് പറഞ്ഞാൽ വിഷയവിരക്തന്മാരായിരിക്കുന്ന മുനിമാർക്ക് കൂടി പ്രിയപ്പെട്ടതായിട്ടുള്ള സാളഗ്രാമം, സാലം എന്ന വൃക്ഷം അടയാളമുള്ള ഗ്രാമത്തിലുള്ളതുമായിരിക്കുന്ന പുലസ്ത്യപുലഹാശ്രമം, പുലസ്ത്യപുലഹാശ്രമം എന്ന് പേരായിട്ടിരിക്കുന്ന ഭഗവത് ക്ഷേത്രം, ഭഗവത് ക്ഷേത്രത്തെ പ്രതിഗമിച്ചു. ഇതി ഏവം നിഗൂഢനിർവേദ മാതരം മൃഗീം വിസൃജ്യ കാലഞ്ജരാത് പുനഃ ഉപശമ മുനിഗണദൈതഃ സാളഗ്രാമം പുലസ്ത്യപുലഹാശ്രമം ഭഗവത് ക്ഷേത്രം പ്രത്യാജിഗാമ എന്നാണ് വരുന്നത്. അപ്പോൾ ഈ മേൽക്കാണിച്ച വിധം ഏറ്റവും ഗൂഢമായിരിക്കുന്ന പശ്ചാത്താപത്തോടു കൂടിയവനായിട്ട് ആ മാതാവായ പേടമാനിനെ ഉപേക്ഷിച്ചിട്ട് ആ കാലഞ്ജരം എന്ന പർവ്വതത്തിൽ നിന്ന് പിന്നെ ആ വിഷയവിരക്തന്മാരായ മുനിമാർക്കും കൂടി പ്രിയപ്പെട്ടതും സാളം എന്ന വൃക്ഷം അടയാളമുള്ള ഗ്രാമമുള്ളതുമായിരിക്കുന്ന ആ പുലസ്ത്യപുലഹാശ്രമം എന്ന പേരായിരിക്കുന്ന ഭഗവത് ക്ഷേത്രത്തെ പ്രതിഗമിച്ചു. ഇങ്ങനെയുള്ള ആ വിചാരപൂർവമായിരിക്കുന്ന പശ്ചാത്താപം ഉള്ളിലുണ്ടായ ഉടനെ അമ്മയായിരിക്കുന്ന മാൻപേടയെ വിട്ടുപിരിഞ്ഞു. അങ്ങനെ ആ കാലഞ്ജരം എന്ന പർവ്വതത്തിൽ നിന്നും ഇപ്പോൾ ജനിച്ചിരിക്കുന്ന സ്ഥലം ആ കാലഞ്ജരം എന്ന പർവ്വതമാണ്. അവിടെ നിന്നും പുറപ്പെട്ടിട്ട് സാളഗ്രാമം എന്ന സ്ഥലത്തിൽ സകല വിഷയങ്ങളിലുള്ള ആസക്തിയും തീരെ വിട്ടിരിക്കുന്ന മുനിജനങ്ങൾക്ക് കൂടി വന്ന് സേവിച്ചുകൊണ്ടിരിക്കുന്ന ആ പുലസ്ത്യപുലഹാശ്രമം എന്ന് പ്രസിദ്ധമായിരിക്കുന്ന ആ ഭഗവത് ക്ഷേത്രത്തെ പ്രാപിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്രകാരം ഗൂഢമായ വൈരാഗ്യത്തോടു കൂടിയവനായിട്ട് തൻ്റെ മാതാവായിരിക്കുന്ന മാൻപേടയെ വിട്ട് തന്തിരുവടിയുടെ സാന്നിധ്യമുള്ളതും പരമശാന്തന്മാരായിരിക്കുന്ന മുനികടങ്ങൾക്ക് കൂടി പ്രിയപ്പെട്ടതുമായിരിക്കുന്ന സാലവൃക്ഷങ്ങൾ ധാരാളമുള്ളതായിരിക്കുന്ന പുലസ്ത്യൻ പുലഹൻ മുതലായവരുടെ ആശ്രമത്തിലേക്ക് തൻ്റെ ജന്മസ്ഥലമായിരുന്നായ ആ കാലഞ്ജര പർവ്വതത്തിൽ നിന്നും മടങ്ങി വന്നു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനം നോക്കാം. അപ്പോൾ ഇങ്ങനെ ഇത്യാദി പ്രാപ്ത വൈരാഗ്യം, ഇപ്രകാരം ആ പശ്ചാത്താപം കൊണ്ട് വൈരാഗ്യം ലഭിച്ച മൃഗീമാതരം വിസൃജ്യ, ആ മാൻപേടയുടെ അമ്മയെ അവിടെ ഉപേക്ഷിച്ചിട്ട് പിന്നെ വീണ്ടും പുനഃ കാലഞ്ജര പർവ്വതാൽ, ആ കാലഞ്ജര പർവ്വതം എന്നുള്ള സ്ഥലത്ത് നിന്നും തസ്മിന്നപി കാലം പ്രതീക്ഷമാണ, കാലം അവിടെ കാലഞ്ജര പർവ്വതാത് തസ്മിന്നപി കാലം പ്രതീക്ഷമാണ സംഘാത് ഭീതഃ ഏക ഏവ ശുഷ്കപർണാത് ഭക്ഷയൻ കാലേനാ അവിടെ ആ കാലം പ്രതീക്ഷിച്ചിട്ട് ആ അവിടുത്തെ സംഘം കൊണ്ട് ഭീതഃ ഏക ഏവ ശുഷ്കപർണാദി ഭക്ഷയൻ, അവിടെ ശുഷ്കപർണങ്ങളൊക്കെ ഭക്ഷിച്ച് ആർദ്ധോഗതസ്ഥം മൃഗശരീരം ദത്യാജ, ആ മൃഗശരീരത്തെ അവിടെ ത്യജിച്ചു എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ അത് അടുത്ത ശ്ലോകത്തിലാണ്, അടുത്ത ശ്ലോകത്തിലാണ് അത് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇത്യേവം, ഈ ശ്ലോകത്തിൽ ഇത്രേ പറയുന്നുള്ളൂ. ഇത്യേവം, ഇങ്ങനെ ആ രഹസ്യമായിരിക്കുന്ന വിചാരത്താലുണ്ടായ വൈരാഗ്യത്തോടു കൂടി തൻ്റെ ആ മാതാവായിരിക്കുന്ന മാൻപേടയെ ഉപേക്ഷിച്ച് ജന്മസ്ഥലമായ കാലഞ്ജര പ്രദേശത്ത് നിന്ന് വീണ്ടും ഭഗവത് സാന്നിധ്യമുള്ളതും ഇന്ദ്രിയ നിഗ്രഹം കൈവരിച്ച് മുനിമാർക്ക് അനുയോജ്യമായതും കരിമ്പനകൾ ഇടതൂർന്ന് വളരുന്നതുമായിരിക്കുന്ന ആശ്രമം എന്ന ആ തപോവനത്തെ പ്രാപിച്ചു. സാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിമ്പന ആയിരിക്കും ഇവിടെ അർത്ഥം. അപ്പോൾ അടുത്ത അവസാനത്തെ ശ്ലോകം നോക്കാം. തസ്മിന്നപി കാലം പ്രതീക്ഷമാണഹ, ആ ജന്മാവസാനം പ്രതീക്ഷിച്ചുകൊണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. തസ്മിന്നപി കാലം പ്രതീക്ഷമാണഹ സംഗാച്ച ഭൃശമുദ്വിഗ്നമനഃ, ആത്മഹത്യ ചെയ്താൽ പ്രാരബ്ധം തീരില്ല. അതിനാൽ സ്വാഭാവികമായി
അനുവദിച്ചിരിക്കുന്ന ജീവിതാവധി കഴിച്ചു കൂട്ടാൻ നിശ്ചയിച്ചിട്ടെന്നർത്ഥം. പ്രതീക്ഷമാണ സംഗാച്ച ഭൃശമുദ്വിഗ്നമനാ ആത്മസഹചര നിശ്ചയിച്ചിട്ട് അന്യരുമായിട്ട് ഒരു വിധത്തിലും ഇടപഴകാതെയും അങ്ങനെ വന്നേക്കുമോ എന്ന് ഭയപ്പെട്ടിട്ട് വളരെ സൂക്ഷിച്ചിട്ടും ഏകാഗിയായിട്ട് ഉണങ്ങിയ ഇല. അപ്പം സംഗാച്ച ഭൃശമുദ്വിഗ്നമന ആത്മസഹചര ശുഷ്കപർണ തൃണവീരുധ. അങ്ങനെ ആ ഉണങ്ങിയ പച്ചിലകളും പുല്ല് ഇവയും ഒക്കെ ഭക്ഷിച്ചിട്ട്, ചെറുസസ്യങ്ങൾ ഇവ ഭക്ഷിച്ചും ജീവിച്ചു. തൻ്റെ ആ ജീവൻ പോകുന്നവരെ അവിടെ അങ്ങനെ ജീവിച്ചു. വിസൃജ്യ. എന്നിട്ടോ വർത്തമാനോ മൃഗത്വ നിമിത്താവസാനമേവ ഗണയൻ. അങ്ങനെ ആ സമയത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് മൃഗശരീരം തീർത്ഥോദക ക്ലിന്നം ഉത്സസർജ. അങ്ങനെ ഭക്ഷിച്ചും ജീവിച്ചും മൃഗമായി ജീവിക്കാനുള്ള ആ കാലം, മൃഗമായി ജീവിക്കാനുള്ള കാലം കഴിഞ്ഞതായിട്ട് യോഗശക്തിയാൽ കണക്കാക്കിയിട്ട് തൻ്റെ മാനിൻ്റെ ശരീരം ആ ഗണ്ഡകി നദിയിലെ തീർത്ഥജലത്തിൽ മുക്കി പരിത്യജിച്ചു. ആ ഗണ്ഡകി നദിയിൽ മുങ്ങി അവിടെ തൻ്റെ ജീവനെ അവിടെ പരിത്യജിച്ചു അർത്ഥം. തസ്മിന്നഭി കാലം പ്രതീക്ഷമാണ്. ആ കാലം പ്രതീക്ഷിച്ചുകൊണ്ട് സംഗാച്ച ഭൃശമുദ്വിഗ്നമനഃ, ഒന്നിനോടും സംഘമില്ലാതെ ആ ഉദ്വിഗ്ന മനസ്സായിട്ട്, ആത്മസഹചര ശുഷ്ക, സ്വന്തം ആൾക്കാരെയും ഇവരെയൊക്കെ ഉപേക്ഷിച്ചിട്ട് സ്വാഭാവികമായി തനിക്ക് അനുവദിച്ചിട്ടുള്ള ആ ജീവിതാവധി കഴിച്ചു കൂട്ടുവാൻ നിശ്ചയിച്ചിട്ട് അന്യരുമായിട്ട് ഒരു വിധത്തിലും ഇടപഴകാത്തതും അങ്ങനെ വന്നേക്കുമോ എന്ന് ഭയപ്പെട്ടിട്ട് വളരെ സൂക്ഷിച്ചിട്ടുമായിട്ട് ഏകാഗിയായിട്ട് ശുഷ്കപർണ തൃണവീരുധ, ആ ഉണങ്ങിയ ഇല, പുല്ല്, ചെറു സസ്യങ്ങൾ ഇവ ഭക്ഷിച്ചുകൊണ്ട് വർത്തമാനോ ആ ജീവിതം അങ്ങനെ കഴിച്ചു. വർത്തമാനോ മൃഗത്വ നിമിത്താവസാനമേവ ഗണയൻ, തനിക്ക് തൻ്റെ ആ മൃഗത്വത്തെ ഉപേക്ഷിക്കാനായി എന്നുള്ളതിനെ പറ്റിയിട്ട് കണക്കാക്കിയിട്ട് മൃഗമായി ജീവിക്കാനുള്ള കാലം കഴിഞ്ഞതായിട്ട് ആ യോഗശക്തിയാൽ മനസ്സിലാക്കിയിട്ട് ആ മൃഗശരീരം തീർത്ഥോദക ക്ലിന്നം, ആ മൃഗശരീരം ആ തീർത്ഥജലത്തിൽ മുക്കി, തീർത്ഥോദക ക്ലിന്നം തീർത്ഥജലത്തിൽ മുക്കി മുത്സസർജ, ആ ശരീരത്തെ പരിത്യജിച്ചു. ആ വിഷ്ണു പുരാണാദികളിലെ ഈ ഭരതയോഗിയുടെ കഥയ്ക്ക് കാര്യമായ വ്യതിയാനമൊന്നുമില്ല. ഇതിൽ ഇതേപോലെ തന്നെയാണ് പറയുന്നത്. ജംബൂമാർഗേ മഹാരണ്യേ ജാതോ ജാതിസ്മരോ മൃഗ. കാലഞ്ചര, ജംബൂമാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലഞ്ചര പർവ്വതം എന്നാണ് വ്യാഖ്യാതാക്കന്മാർ അർത്ഥം നൽകുന്നത്. അങ്ങനെ ആ ഭരതയോഗിയുടെ രണ്ടാം ജന്മവും അവിടെ കഴിഞ്ഞു എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ തസ്മിൻ അബി, ആ ക്ഷേത്രത്തിലും കാലം സമയത്തെ പ്രതീക്ഷമാണ് കാത്തിരിക്കുന്നവനും, സംഗാത് സംസർഗത്തിൽ നിന്നും ഭൃശം ഉദ്വിഗ്ന ഏറ്റവും ഭയപ്പെട്ടവനും, ആത്മസഹചര ഏകാഗിയും ആയിട്ട് ശുഷ്കപർണതൃണവീരുധ ഉണങ്ങിയ ഇലകൾ, പുല്ലുകൾ, ചെടികൾ എന്നിവയാൽ വർത്തമാന ശരീരരക്ഷ നിർവഹിക്കുന്നവനും, മൃഗത്വനിമിത്താവസാനം ഏവ ആ മൃഗമാകുവാനുണ്ടായ കാരണത്തിൻ്റെ അവസാനത്തെ തന്നെ ഗണയൻ പ്രതീക്ഷിക്കുന്നവനുമായിട്ട്, തീർത്ഥോദക ക്ലിന്നം തീർത്ഥജലത്താൽ ആർദ്രമായിരിക്കുന്ന മൃഗശരീരം, ആ മൃഗദേഹത്തെ ഉത്സസർജ ഉപേക്ഷിച്ചു. ഒന്നുകൂടി പറയാം. തസ്മിന്നപി ആ ക്ഷേത്രത്തിലും കാലം സമയത്തെ പ്രതീക്ഷമാണ് കാത്തിരിക്കുന്നവനും, സംഗാത് ആ സംസർഗത്തിൽ നിന്നും ഭൃശം ഉദ്വിഗ്നം ഏറ്റവും ഭയപ്പെട്ടവനും, ആത്മസഹചര ഏകാഗിയുമായിട്ട് ശുഷ്കപർണതൃണവീരുധ ഉണങ്ങിയ ഇലകൾ, പുല്ലുകൾ, ചെടികൾ എന്നിവയാൽ വർത്തമാന ആ ശരീരരക്ഷ നിർവഹിക്കുന്നവനും, മൃഗത്വനിമിത്താവസാനം ഏവ ആ മൃഗമാകുവാനുണ്ടായ കാരണത്തിൻ്റെ അവസാനത്തെ തന്നെ ഗണയൻ പ്രതീക്ഷിക്കുന്നവനും ആയിട്ട്, തീർത്ഥോദക ക്ലിന്നം ആ തീർത്ഥജലത്താൽ ആർദ്രമായിരിക്കുന്ന ആ മൃഗശരീരം, ആ മൃഗദേഹത്തെ ഉത്സസർജ അവിടെ ഉപേക്ഷിച്ചു.
ആ ക്ഷേത്രത്തിൽ വസിക്കുമ്പോഴും അന്ത്യകാലത്തെ തന്നെ കാത്തുകൊണ്ടിരുന്നു. ആരിലും ആസക്തി വയ്ക്കാതെ ഇരുന്നിരുന്നതിനാൽ വളരെ മനസ്സിരുത്തി ഏകനായിട്ടാണ് സഞ്ചരിച്ചത്. ഉണങ്ങി വീണ ഇലകൾ, പുല്ലുകൾ, ചെടികൾ എന്നിവ കൊണ്ട് ശരീരരക്ഷ ചെയ്തു. മൃഗമായി ജനിപ്പാൻ കാരണമായി ഭവിച്ച ആ പ്രാരബ്ധത്തിൻ്റെ അവസാനം വരുന്നതുവരെ ആ മാതിരി കഴിച്ചുകൂട്ടി. അന്ത്യകാലമായി എന്നിങ്ങനെ അന്ത്യകാലമായി എന്നറിഞ്ഞ് ഉടനെ ആ തീർത്ഥത്തിൽ ഇറങ്ങി അർദ്ധ ശരീരം മുങ്ങുന്ന ആഴത്തിൽ ചെന്ന് നിന്നു. ആ മൃഗം ദേഹത്തെ അവിടെ ഉപേക്ഷിച്ചു. അർത്ഥം: തസ്മിൻ അപി കാലം പ്രതീക്ഷമാണഃ സംഗാത് ഭൃശം ഉദ്വിഗ്നമനഃ ആത്മസഹചരഃ ശുഷ്കപർണ തൃണവീരുധ വർത്തമാനഃ മൃഗത്വനിമിത്താവസാനം ഏവ ഗണയൻ തീർത്ഥോദകക്ലിന്നം മൃഗശരീരം ഉത്സസർജ. ആ ക്ഷേത്രത്തിലും ആ സമയത്തെ കാത്തിരിക്കുന്നവനും അതുപോലെ സംസർഗത്തിൽ നിന്നും ഏറ്റവും ഭയപ്പെട്ടവനും ഏകാകിയും ആയിട്ട് ഉണങ്ങിയ ഇലകൾ, പുല്ലുകൾ, ചെടികൾ എന്നിവയാൽ ആ ശരീരരക്ഷ നിർവഹിക്കുന്നവനും മൃഗം ആവാനുണ്ടായ കാരണത്തിൻ്റെ അവസാനത്തെ തന്നെ പ്രതീക്ഷിക്കുന്നവനും ആയിട്ട് ആ തീർത്ഥജലത്തിൽ ആർദ്രമായിരിക്കുന്ന ആ മൃഗദേഹത്തെ ഉപേക്ഷിച്ചു. ആ ക്ഷേത്രത്തിൽ വസിക്കുമ്പോഴും അന്ത്യകാലത്തെ കാത്തുകൊണ്ടിരുന്നു. അങ്ങനെ ആരിലും ആസക്തി വയ്ക്കാതെ ഇരുന്നതിൽ വളരെ മനസ്സിരുത്തി വെക്കാതിരിക്കുന്നതിൽ വളരെ മനസ്സിരുത്തി ഏകനായിട്ട് മാത്രം സഞ്ചരിച്ചു. ഉണങ്ങി വീണ ഇലകൾ, പുല്ലുകൾ, ചെടികൾ എന്നിവ മാത്രം ഭക്ഷിച്ചു. ശരീരരക്ഷ ചെയ്തു. മൃഗമായി ജനിപ്പാൻ കാരണമായി ഭവിച്ച ആ പ്രാരബ്ധത്തിൻ്റെ അവസാനം വരുന്നതുവരെ ഒരു മാതിരി കഴിച്ചുകൂട്ടി. അന്ത്യകാലമായി എന്നറിഞ്ഞ ഉടനെ ആ തീർത്ഥജലത്തിലിറങ്ങി ആ അർദ്ധശരീരം മുങ്ങുന്ന ആഴത്തിൽ ചെന്ന് നിന്ന് ആ മൃഗദേഹത്തെ അവിടെ ഉപേക്ഷിച്ചു. ആ ആശ്രമപ്രദേശത്ത് തൻ്റെ അവസാന കാലം പ്രതീക്ഷിച്ചുകൊണ്ടും മറ്റുള്ളവരുടെ സംഘത്തിൽ നിന്നും ഏറ്റവും ഭയപ്പെട്ടുകൊണ്ടും ഏകാഗിയായിട്ട് ഉണങ്ങിയ ഇല, പുല്ല്, വേര് എന്നിവ ഭക്ഷിച്ചുകൊണ്ടും മൃഗമായി തീരാനുള്ള പ്രാരബ്ധകർമ്മത്തിൻ്റെ അവസാനത്തെ തന്നെ ഗണിച്ചുകൊണ്ടും അവസാനം ആ ശരീരത്തെ ആ തീർത്ഥജലത്തിൽ മുക്കി ഉപേക്ഷിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ സംഗാദ്ഭീത തസ്മിന്നപി കാലം പ്രതീക്ഷമാണഃ, അങ്ങനെ ആ കാലത്തെ പ്രതീക്ഷിച്ചുകൊണ്ടും സംഘാദ്ഭീത സംഘത്തിൽ ഭീതനായിട്ടും ഏകാഗിയായിട്ട് ശുഷ്കപർണാദി ഭക്ഷയൻ ഉണങ്ങിയ ഇല, പുല്ല് ഇവയൊക്കെ ഭക്ഷിച്ചിട്ട് കാലേനാർദ്ധോദകസ്ഥം ആ കാലം ആയപ്പോൾ ആ ജലത്തിൽ ആ ശരീരത്തെ മൃഗശരീരം തത്യാജ ജലത്തിലിറങ്ങി നിന്ന് ആ ശരീരത്തെ ത്യജിച്ചു എന്നർത്ഥം. തസ്മിന്നപി കാലം പ്രതീക്ഷമാണ്. ഇങ്ങനെ കാലത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് സംഘാധീതക മറ്റു സംഘങ്ങളിൽ നിന്നും ഭയപ്പെട്ടുകൊണ്ട് ഏകാഗിയായിട്ട് ഏകയേവ ശുഷ്കപർണാദി ഭക്ഷയൻ ആ ഉണങ്ങിയ ഇല, പുല്ലൊക്കെ ഭക്ഷിച്ചുകൊണ്ട് ആ മാൻപേടയായിട്ടുള്ള ആ ഭരതയോഗി കാലേന ആർദ്ധോദകസ്ഥം ആ കാലം ആയപ്പോൾ ആ അർദ്ധശരീരം വരെ ഉള്ള ആ തീർത്ഥജലത്തിൽ മുങ്ങി മൃഗശരീരം തത്യാജ സ്വന്തം ശരീരം ആ മാൻപേടയുടെ ശരീരം അവിടെ ഉപേക്ഷിച്ചു. അപ്പോൾ ഇവിടെ അങ്ങനെ ആ 31 ശ്ലോകങ്ങളെ കൊണ്ട് ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യം സംഹിതായാം പഞ്ചമസ്കന്ധേ ഭരതചരിതേ അഷ്ടമോധ്യായ. ഇപ്രകാരം ആ 8ാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. നാളെ ഇതിൻ്റെ സമർപ്പണം, പിന്നെ അതിൻ്റെ സംഗ്രഹം, ബാക്കിയുള്ള ഭാഗങ്ങൾ. ഹരേ കൃഷ്ണ.